കെ ബാലന് CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. ബാലൻ വാ തുറന്നാൽ പാർട്ടിക്ക് വോട്ട് നഷ്ടമാകും. ചുമതലയില്ലാത്ത ബാലൻ എന്തിന് മാധ്യമങ്ങളെ കാണുന്നുവെന്നും അംഗങ്ങൾ വിമർശിച്ചു. ജമാഅത്തെ ഇസ്ലാമി മാറാട് കലാപത്തിന് ശ്രമിച്ചുവെന്ന പ്രസ്താവന ഒഴിവാക്കണമായിരുന്നെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ, കെ ബാലനെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുകയാണ് ചെയ്തത്, തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. എന്താണ് ബാലന്റെ വിദ്വേഷ പരാമർശത്തിൽ അംഗങ്ങളുടെ അഭിപ്രായം? ദിവ്യ, മുഖ്യമന്ത്രിക്കായി ഘോരഘോരം വാദിക്കുന്ന CPMലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് കെ ബാലൻ. ആ കെ ബാലനെ മുഖ്യമന്ത്രി ഇന്ന് ചേർത്ത് പിടിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. എന്നാൽ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഈ കെ ബാലന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജമാഅത്തെ ഇസ്ലാമി കലാപത്തിന് ശ്രമിച്ചു എന്ന പ്രസ്താവന ഒഴിവാക്കണമായിരുന്നു. മാറാട് കലാപം ഓർമ്മിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ശരിയായില്ല. ജമാഅത്തെ ഇസ്ലാമിയെ CPM വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിമർശിക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ കൂടി ആളുകൾക്ക് സംശയത്തിനിടയാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് കെ ബാലൻ നടത്തിയതെന്ന വിമർശനം ഉയർന്നു. കെ ബാലൻ വാ തുറന്നാൽ പാർട്ടിക്ക് വോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ ചുമതലകൾ ഒന്നും തന്നെ ഇല്ലാത്ത കെ ബാലൻ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ മാധ്യമങ്ങളെ കാണുന്നു. അങ്ങനെ മുൻ നേതാവ് എന്നൊരു പദവി പാർട്ടിയിൽ ഇല്ല എന്ന അഭിപ്രായങ്ങളും ചില ഈ DC അംഗങ്ങൾ ഉയർത്തി. അബദ്ധ പ്രസ്താവനകൾ നടത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കരുത്, അത് പാർട്ടി നേതൃത്വം അതിൽ ജാഗ്രത കാണിക്കണമെന്ന ആവശ്യവും ഉയർന്നു. പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനും അതോടൊപ്പം തന്നെ കെ രാധാകൃഷ്ണൻ MP അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു വിഷയം, PK ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഭൂരിഭാഗം അംഗങ്ങളും ആവശ്യപ്പെട്ടു. ശശി വർഗവഞ്ചകനാണ്, ഇനിയും പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കരുത്, ഇത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ശശിയെ പൂർണ്ണമായി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു.